ഓക്കെ, അത് കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ അതിപ്രാചീനമായ കാവ് പാരമ്പര്യത്തോളം പഴക്കമുള്ള അനുഷ്ഠാന രംഗകലയാണ് മുടിയേറ്റ്. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 200ഓളം കാവുകളിൽ ഇന്നും ഈ നാട്ടരങ്ങ് നിലനിൽക്കുന്നു. മുടിയേറ്റാണ് നമ്മുടെ തനത് നാടക പാരമ്പര്യം. ആട്ടം, പാട്ട്, കൊട്ട് ഇവയുടെ ജീവഭാഷ കൊണ്ട് ഈ നാട്ടരങ്ങ് ത്രിഭംഗിയണിയുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഓക്കെ, സ്റ്റാർട്ട്. കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ അതിപ്രാചീനമായ കാവ് പാരമ്പര്യത്തോളം പഴക്കമുള്ള അനുഷ്ഠാന രംഗകലയാണ് മുടിയേറ്റ്. തൃശ്ശൂർ, എറണാകുളം, ഓക്കെ, റെഡി, സ്റ്റാർട്ട്. കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ അതിപ്രാചീനമായ കാവ് പാരമ്പര്യത്തോളം കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ അതിപ്രാചീനമായ കാവ് പാരമ്പര്യത്തോളം പഴക്കമുള്ള അനുഷ്ഠാന രംഗകലയാണ് മുടിയേറ്റ്. ഓക്കെ. കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ അതിപ്രാചീനമായ കാവ് പാരമ്പര്യത്തോളം പഴക്കമുള്ള അനുഷ്ഠാന രംഗകലയാണ് മുടിയേറ്റ്. റെഡി. അനുഷ്ഠാന ശരീരഭാഷയോടെയാണ് ഈ രംഗവേദിയുടെ ആട്ടപ്രകാരം രചിക്കുന്നത്. മുദ്രയേക്കാൾ മണ്ണിൽ നിന്ന് ഊർജം തേടുന്ന ചുവടുവെപ്പിൻ്റെ നൃത്തവിന്യാസമാണ് മുടിയേറ്റിനുള്ളത്. രസാഭിനയത്തേക്കാൾ വ്രതാനുഷ്ഠാനം കൊണ്ട് സജ്ജമായ തട്ടക ജനതയുടെ അനുഷ്ഠാന ലീലാവിലാസമാണ് ഈ ദൃശ്യകലയിലുള്ളത്. ഓക്കെ. അനുഷ്ഠാന ശരീരഭാഷയോടെയാണ് ഈ രംഗവേദിയുടെ ആട്ടപ്രകാരം രചിക്കുന്നത്. മുദ്രയേക്കാൾ മണ്ണിൽ നിന്നും ഊർജം തേടുന്ന ചുവടുവെപ്പിൻ്റെ നൃത്തവിന്യാസമാണ് മുടിയേറ്റിനുള്ളത്. രസാഭിനയത്തേക്കാൾ വ്രതാനുഷ്ഠാനം കൊണ്ട് സജ്ജമായ തട്ടക ജനതയുടെ അനുഷ്ഠാന ലീലാവിലാസമാണ് ഈ ദൃശ്യകലയിലുള്ളത്. നാട്ടുകൂട്ടങ്ങളും നാട്ടാർ കുലങ്ങളും നമ്മുടെ തിണകൾ തോറ്റി സംസ്കാരത്തിൽ വ്യത്യസ്ത നിറങ്ങൾ നിർമ്മിച്ചു. മലയാളത്തിലെ നാട്ടാർ കുലങ്ങളും നാട്ടുകൂട്ടങ്ങളും നമ്മുടെ തിണകൾ തോറ്റി സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത നിറങ്ങൾ നിർമ്മിച്ചു. ജീവിത ജൈവ വൈവിധ്യത്തിൻ്റെ പുരാവൃത്തങ്ങൾ പാട്ടുകളിലൂടെ, നിറങ്ങളിലൂടെ, നൃത്തങ്ങളിലൂടെ ഒരു അതീത ഭാഷയായി കോർത്തിണക്കി. ചിലവയൊക്കെ അന്ധവിശ്വാസമെന്ന് അകറ്റി നിർത്തുമ്പോഴും നമ്മുടെ നാട്ടുകൂട്ടായ്മകൾ നന്ദുണി കൊണ്ടും കുഴിത്താളങ്ങൾ കൊണ്ടും നാട്ടുമുദ്രകൾ കൊണ്ടും നൃത്തച്ചുവടുകൾ വച്ച് രാവ് മുഴുവൻ പ്രകൃതി ദൈവതകളെ വിളിച്ചുണർത്തി സംസാരിച്ചു. ജീവിത ജൈവ വൈവിധ്യത്തിൻ്റെ പുരാവൃത്തങ്ങൾ പാട്ടുകളിലൂടെ, നിറങ്ങളിലൂടെ, നൃത്തങ്ങളിലൂടെ ഒരു അതീത ഭാഷയായി കോർത്തിണക്കി. ചിലവയൊക്കെ അന്ധവിശ്വാസമെന്ന് അകറ്റി നിർത്തുമ്പോഴും നമ്മുടെ നാട്ടുകൂട്ടായ്മകൾ നന്ദുണി കൊണ്ടും കുഴിത്താളങ്ങൾ കൊണ്ടും നാട്ടുമുദ്രകൾ കൊണ്ടും പുള്ളുവ വീണ കൊണ്ടും രാവ് മുഴുവൻ നൃത്തച്ചുവടുകൾ വച്ച് പ്രകൃതി ദേവതകളെ വിളിച്ചുണർത്തി സംസാരിച്ചു. ജീവിത ജൈവ വൈവിധ്യത്തിൻ്റെ പുരാവൃത്തങ്ങൾ പാട്ടുകളിലൂടെ, നൃത്തങ്ങളിലൂടെ, നിറങ്ങളിലൂടെ ഒരു അതീത ഭാഷയായി കോർത്തിണക്കി. ചിലവയൊക്കെ അന്ധവിശ്വാസമെന്ന് അകറ്റി നിർത്തുമ്പോഴും നമ്മുടെ നാട്ടുകൂട്ടായ്മകൾ നന്ദുണി കൊണ്ടും പുള്ളുവ വീണ കൊണ്ടും കുഴിത്താളങ്ങൾ കൊണ്ടും നൃത്തച്ചുവടുകൾ വച്ച് രാവ് മുഴുവൻ പ്രകൃതി ദൈവതകളെ വിളിച്ചുണർത്തി പ്രാർത്ഥിച്ചു. വീട്ടിൽ നിന്ന് മാത്രമല്ല, നാട്ടിൽ നിന്ന് പോലും ഈതി ബാധകൾ അകലാൻ അവരോട് പ്രാർത്ഥിച്ചു. ആസുരശക്തികളോടുള്ള സംഹാരാത്മകമായ പരാക്രമത്തോടും ആശ്രിതരോടുള്ള അകമഴിഞ്ഞ വാത്സല്യത്തോടും കൂടി അമ്മ ദൈവങ്ങൾ അനുഗ്രഹം ചൊരിയുന്നു എന്ന് വിശ്വാസം. ജീവിതത്തിൻ്റെ സമരമുഖങ്ങളിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ നിസ്സഹായതാബോധം തന്നെയാണ് മുടിയേറ്റ്, തീയാട്ട് പോലുള്ള അനുഷ്ഠാന കലകളുടെ ആന്തര ചൈതന്യവും. ഓക്കെ, അപ്പോൾ
ജീവിത ജൈവ വൈവിധ്യത്തിൻ്റെ പുരാവൃത്തങ്ങൾ നിറങ്ങളിലൂടെ, നൃത്തങ്ങളിലൂടെ, പാട്ടുകളിലൂടെ ഒരു അതീത ഭാഷയായി കോർത്തിണക്കി. ചിലവയൊക്കെ അന്ധവിശ്വാസമെന്ന് അകറ്റി നിർത്തുമ്പോഴും നമ്മുടെ നാട്ടുകൂട്ടായ്മകൾ നന്തുണി കൊണ്ടും ഉള്ളുവ വീണ കൊണ്ടും കുഴിത്താളങ്ങൾ കൊണ്ടും നൃത്ത ചുവടുകൾ വച്ച് രാവ് മുഴുവൻ പ്രകൃതി ദേവതകളെ വിളിച്ചുണർത്തി സംസാരിച്ചു. ഇത്രയാണോ? പയ്യൻ നടന്നാൽ മതി. പറഞ്ഞു. ഓക്കെ. ജീവിത ജൈവ വൈവിധ്യത്തിൻ്റെ പുരാവൃത്തങ്ങൾ നിറങ്ങളിലൂടെ, നൃത്തങ്ങളിലൂടെ, പാട്ടുകളിലൂടെ ഒരു അതീത ഭാഷയായി കോർത്തിണക്കി. ചിലവയൊക്കെ അന്ധവിശ്വാസമെന്ന് അകറ്റി നിർത്തുമ്പോഴും നമ്മുടെ നാട്ടുകൂട്ടായ്മകൾ നന്തുണി കൊണ്ടും കുഴിത്താളങ്ങൾ കൊണ്ടും ഉള്ളുവ വീണ കൊണ്ടും രാവ് മുഴുവൻ നൃത്ത ചുവടുകൾ വച്ച് പ്രകൃതി ദേവതകളെ വിളിച്ചുണർത്തി സംസാരിച്ചു. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, നാട്ടിൽ നിന്ന് പോലും ഈതി ബാധകൾ അകലാൻ അവരോട് പ്രാർത്ഥിച്ചു. നാടാണ് കേരളം. ഇവിടെ ഓരോ നാട്ടുകൂട്ടവും അവൻ്റെ സ്വന്തം ഊട്ടിയുറപ്പിക്കുന്നത് കലകളിലൂടെയാണ്. മനുഷ്യശക്തിക്കും ചേതനയ്ക്കും അപ്രാപ്യമായ ഓരോ ഘടകവും അവന് വിസ്മയമാകുന്നു, ആരാധനാപാത്രമാകുന്നു. അങ്ങനെ ആദിമഗോത്രവർഗത്തിൻ്റെ അമ്മ ദൈവ സങ്കല്പത്തിൽ നിന്നും ഭദ്രകാളി എന്ന ആരാധനാമൂർത്തി രൂപമെടുക്കുന്നു. തീയാടികൾ എന്ന അന്തരാള വർഗത്തിൻ്റെ തനത് അനുഷ്ഠാന കലാരൂപമാണ് തീയാട്ട്. തീയാടി നമ്പ്യാന്മാർ അയ്യപ്പൻ തീയാട്ടും തീയാട്ടുണ്ണികൾ ഭദ്രകാളി തീയാട്ടും അവതരിപ്പിച്ചു പോരുന്നു. തീയാട്ട് ദൈവാട്ടമാണ്. ആദിചേര തലസ്ഥാനമായ തൃക്കാരിയൂർ ജന്മം കൊണ്ട ഈ കലാരൂപത്തിലെ ഉച്ചപ്പാട്ട് മുതൽ ഉച്ചപ്പാട്ട് മുതൽ മുടിയൊഴിച്ചിൽ വരെയുള്ള ഓരോ രംഗവും നമ്മെ ഒരു മായിക ലോകത്തേക്ക് ആനയിക്കുക തന്നെ ചെയ്യും. ദേവതാ പ്രീണനാർത്ഥമോ രോഗശമനാർത്ഥമോ ഒരു നാട് മുഴുവൻ ക്ഷേത്ര പരിസരത്ത് ഒരുമിച്ച് ചേരുമ്പോൾ വേഷത്തിൻ്റെ, നൃത്തത്തിൻ്റെ, വാദ്യത്തിൻ്റെ, ധൂളി ചിത്രരചനയുടെ സമഞ്ജസ സമ്മേളനമായ പുതുമ മങ്ങാത്ത ഒരു കല പിറവിയെടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. കലകളുടെ നാടാണ് കേരളം. ഇവിടെ ഓരോ നാട്ടുകൂട്ടവും അവൻ്റെ സ്വത്വം ഊട്ടിയുറപ്പിക്കുന്നത് കലകളിലൂടെയാണ്. മനുഷ്യശക്തിക്കും ചേതനയ്ക്കും അപ്രാപ്യമായ ഓരോ ഘടകവും അവന് വിസ്മയമാകുന്നു, ആരാധനാപാത്രമാകുന്നു. അങ്ങനെ ആദിമഗോത്രവർഗത്തിൻ്റെ അമ്മദൈവ സങ്കല്പത്തിൽ നിന്നും ഭദ്രകാളി എന്ന ആരാധനാമൂർത്തി രൂപമെടുക്കുന്നു. തീയാടികൾ എന്ന അന്തരാള വർഗത്തിൻ്റെ തനത് അനുഷ്ഠാന കലാരൂപമാണ് തീയാട്ട്. തീയാട്ടുണ്ണികൾ ഭദ്രകാളി തീയാട്ടും തീയാടി നമ്പ്യാന്മാർ അയ്യപ്പൻ തീയാട്ടും അവതരിപ്പിച്ചു പോകുന്നു. തീയാട്ട് ദൈവാട്ടമാണ്. ആദിചേര തലസ്ഥാനമായ തൃക്കാരിയൂർ ജന്മം കൊണ്ട ഈ കലാരൂപത്തിൻ്റെ ഉച്ചപ്പാട്ട് മുതൽ മുടിയൊഴിച്ചിൽ വരെയുള്ള ഓരോ രംഗവും നമ്മെ ഒരു മായിക ലോകത്തേക്ക് ആനയിക്കുക തന്നെ ചെയ്യും. ദേവതാ പ്രീണനാർത്ഥമോ രോഗശമനാർത്ഥമോ ഒരു നാട് മുഴുവൻ ക്ഷേത്ര പരിസരത്ത് ഒരുമിച്ച് ചേരുമ്പോൾ വേഷത്തിൻ്റെ, നൃത്തത്തിൻ്റെ ദേവതാ പ്രീണനാർത്ഥമോ രോഗശമനാർത്ഥമോ ഒരു നാട് മുഴുവൻ ക്ഷേത്ര പരിസരത്ത് ഒരുമിച്ച് ചേരുമ്പോൾ വേഷത്തിൻ്റെ, നൃത്തത്തിൻ്റെ, വാദ്യത്തിൻ്റെ, ധൂളി ചിത്രരചനയുടെ ഒളിമ മങ്ങാത്ത സമഞ്ജസ സമ്മേളനമായ ഒരു കല പിറവിയെടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. ആയോ? ഓക്കെ, എല്ലാം മൊത്തം കഴിഞ്ഞു. അപ്പോൾ കളയായിരുന്നു മതി. പറഞ്ഞോ. നിർമ്മല കളയ പറഞ്ഞു. കാളിദാരിക യുദ്ധമാണ് മുടിയേറ്റിൻ്റെ ഇവരെ കൂടാതെ കാളിദാരിക യുദ്ധമാണ് മുടിയേറ്റിൻ്റെ ഇതിവൃത്തം. ഇവരെ കൂടാതെ ശിവൻ, നാരദൻ, കോയിമ്പട നായർ, കൂളി, കണ്ടാകർണൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ. അപ്പോൾ റെഡി. സൂര്യൻ്റെ കാളിദാരിക യുദ്ധമാണ് മുടിയേറ്റിൻ്റെ ഇതിവൃത്തം. ഇവരെ കൂടാതെ ശിവൻ, നാരദൻ, കോയിമ്പട നായർ, കൂളി, കണ്ടാകർണൻ, ദാനവേന്ദ്രൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ. ഓക്കെ അല്ലേ? പറഞ്ഞു. ഒരു അനുഷ്ഠാന കല എന്നതിനപ്പുറം ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഒന്ന് പറഞ്ഞേ. വരാതിരിപ്പാൻ മുടിയേറ്റും വന്നാൽ പോകാൻ തീയാട്ടും എന്നൊരു നാട്ടുചൊല്ല് നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. പറഞ്ഞോ. റെക്കോർഡല്ല, എനിക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പറഞ്ഞു.
വരാതിരിപ്പാൻ മുടിയേറ്റും വന്നാൽ പോകാൻ തീയാട്ടും എന്നൊരു നാട്ടുചൊല്ല് പ്രചാരത്തിലുണ്ട്. പകർച്ചവ്യാധികൾ നിലനിന്ന് ഇതേടാ നോക്കി പറഞ്ഞിട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞത് വന്നാൽ പോകാൻ അല്ല എന്നിട്ട് അതെ അതെ വരാതിരിപ്പാൻ മുടിയേറ്റും വന്നാൽ പോകാൻ തീയാട്ടും എന്നൊരു നാട്ടുചൊല്ല് പ്രചാരത്തിലുണ്ട്. പകർച്ചവ്യാധികൾ നിലനിന്നിരുന്ന കാലത്ത് അതില്ലാതാക്കാൻ മുടിയേറ്റ് അനുഷ്ഠാനമായി ആചരിക്കുന്നു. ഓക്കെ ഇവിടെ വരുമ്പോഴായിട്ട് തീരാവുള്ളൂ പറഞ്ഞ പോരെ ആ അല്ലല്ല അത് വേണ്ട വേണ്ട ഓക്കെ പറഞ്ഞോ കട്ട് ചെയ്ത് പേസ്റ്റ് കിടന്നു പോവാ. ഓക്കെ പറഞ്ഞോ. വരാതിരിപ്പാൻ മുടിയേറ്റും വന്നാൽ പോകാൻ തീയാട്ടും മുടിയേറ്റും വന്നാൽ പോകാൻ തീയാട്ടും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലിരുന്ന ഒരു പഴമൊഴിയാണ്. അനുഷ്ഠാനകല എന്നതിനപ്പുറം വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ മുടിയേറ്റ് കാവൂരിൽ അരങ്ങേറുകയുണ്ട്. ഓക്കെ.